രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം തെറിക്കുമോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിലേറെ നിർണായകമായ അയോഗ്യതാ വിഷയം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഹിമ ഹരിദാസ് വിശദീകരിക്കും. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഇതിനകം തന്നെ സ്പീക്കർ AN ഷംസീറിന് ലഭിച്ചിട്ടുമുണ്ട്. രാഹുലിനെ അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയുമോ, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. രാഹുലിനെതിരെ ഒരു നിയമസഭാ സാമാജികൻ തന്നെ സ്പീക്കർക്ക് പരാതി നൽകണം. നിലവിൽ അങ്ങനെ ഒരു പരാതിയുണ്ട്. CPMന്റെ വാമനപുരം MLA ആയിട്ടുള്ള DK മുരളിയാണ് സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ അന്തസ്സിനെ ഹനിക്കും വിധത്തിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നേരെ പോവുക നിയമസഭയുടെ തന്നെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെയാണ്. ഈ കമ്മിറ്റിയാണത് വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു നിയമസഭയുടെ കാലാവധി എത്ര സമയമാണോ ഉള്ളത് അതുവരെ തന്നെയാണ് കമ്മിറ്റിയുടെയും കാലാവധി ഉണ്ടാവുക. നിയമസഭയുടെ കാലാവധി എന്ന് അവസാനിക്കുന്നു അന്ന് ഈ കമ്മിറ്റിയുടെ കാലാവധിയും അവസാനിക്കും. ഈ കമ്മിറ്റിയിൽ ആകെയുള്ളത് 9 അംഗങ്ങളാണ്. മുരളി പെരുന്നെല്ലിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. 7 ഭരണപക്ഷ അംഗങ്ങളും 2 പ്രതിപക്ഷ അംഗങ്ങളുമാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ഈ 7 ഭരണപക്ഷ അംഗങ്ങളിൽ KK ശൈലജ, MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ, H സലാം തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യത പരിഗണിക്കുന്ന ആ ഒരു കമ്മിറ്റിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ആരോപണ വിധേയന്റെയും ഇരകളുടെയും ഭാഗമൊക്കെ തന്നെ ഈ എത്തിക്സ് കമ്മിറ്റി കേൾക്കും. വിശദമായി ഈ വിഷയങ്ങളെല്ലാം കേട്ട് പരാതിക്കാരന്റെയും മൊഴി രേഖപ്പെടുത്തും, ആരോപണ വിധേയന്റെയും മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഇരകളുടെ ഭാഗം കൂടി കമ്മിറ്റി കേൾക്കും. അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ. അങ്ങനെ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കും. പിന്നീട് അത് സ്പീക്കറും നിയമസഭാ അംഗങ്ങളും ഒരുപോലെ അംഗീകരിച്ചാൽ രാഹുലിനെതിരെ എന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത് അത് പ്രാബല്യത്തിലാകും. നടപടി അതെന്തുമാകാം. ഒന്നെങ്കിൽ ശാസനയാകാം, അല്ലെങ്കിൽ പുറത്താക്കലാകാം. ഒന്നെങ്കിൽ രാഹുലിന് ഒരു ശാസനയായിരിക്കാം ലഭിക്കുന്നത്, അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ രാഹുലിന്റെ MLA സ്ഥാനം തെറിക്കും. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലാണ് രാഹുൽ ഏർപ്പെട്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ തിരക്കിട്ട നടപടികളിലേക്കാണ് ഭരണപക്ഷം കടക്കുന്നത്. ഒരുപക്ഷെ ഈ സഭാ സമ്മേളനം അവസാനിക്കും മുൻപ് തന്നെ അത് നടപ്പാക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഒരു ബലാത്സംഗ കേസിന്റെ പേരിൽ കേരളത്തിൽ ഒരു നിയമസഭാ അംഗത്തിന്റെ അയോഗ്യത കൽപ്പിക്കുന്ന ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ആദ്യത്തെ ആള് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതൊരു ചരിത്രമായി മാറുകയും ചെയ്യും. പക്ഷേ ഇതിലേക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ ബലാത്സംഗ പരാതി ഇതുവരെ തീർപ്പായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3 പരാതികളും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത്. പക്ഷെ അത് ആ കേസിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പോഴും കോടതി പരിഗണനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇതുവരെ കോടതി തീർപ്പാക്കിയിട്ടില്ല. അപ്പോൾ തിരക്കിട്ട് നിയമസഭ ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ മൗലികാവകാശം ലംഘിച്ചു എന്ന് കാണിച്ച് കോടതിയിലെ സമീപിക്കാം. കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിയമസഭ ഇത്തരത്തിലൊരു നടപടി എടുക്കുകയാണ്, യോഗ്യത കൽപ്പിക്കുകയാണ് എങ്കിൽ പോലും രാഹുൽ ഇനി വരുന്ന അടുത്ത നിയമസഭയിൽ മത്സരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലതാനും.